നമസ്കാരം. ഇറാനെതിരായ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് യുദ്ധം ആരംഭിച്ചിട്ട് 2 ആഴ്ച പിന്നിടുകയാണ്. ഈ സമയത്ത് ലോകത്തെ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായി LPG ദൗർലഭ്യം മാറുകയാണ്. ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള LPG വഹിക്കുന്ന കപ്പലുകൾ കടന്നു പോകുന്നത്. എന്നാൽ ഇവിടേക്ക് അതിശക്തമായ തോതിലുള്ള വിലക്ക് പിന്നീട് ഇറാൻ ഏർപ്പെടുത്തുകയായിരുന്നു. ഇറാൻ്റെ അനുമതിയില്ലാതെ ഒരു കപ്പലിനും ഇതുവഴി കടന്നു പോകാൻ കഴിയില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല ഹോർമൂസ് കടലെടുക്ക് തങ്ങൾ അടയ്ക്കുകയാണെന്നുള്ള പ്രഖ്യാപനവും ഇറാൻ നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായും ഇസ്രായേലുമായും എല്ലാം തന്നെ വളരെ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യക്കായി ഇപ്പോൾ ഇറാൻ വളരെ ഉദാരമായ രീതിയിൽ ഒരു സഹായം നൽകിയിരിക്കുകയാണ്. 2 കപ്പലുകൾ LPG വഹിച്ചുകൊണ്ട്, അതായത് പ്രകൃതിവാതകവും വഹിച്ചുകൊണ്ടുള്ള 2 കപ്പലുകളാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ഇതിൽ ആദ്യ കപ്പൽ ഹോർമൂസ് കടലെടുക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പലുകളുടെ അകമ്പടിയോടുകൂടിയാണ് LPG വഹിച്ചുകൊണ്ടുള്ള ആദ്യ കപ്പൽ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ഇതുകൂടാതെ അടുത്ത കപ്പലും ഉടൻ തന്നെ ഹോർമൂസ് കടലെടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് എത്തും എന്നാണ് കരുതപ്പെടുന്നത്. ശിവാലിക് എന്നു പേരുള്ള കപ്പലാണ് ആദ്യമായി ഇപ്പോൾ ഹോർമൂസ് കടലെടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ 2 കപ്പലുകളിലെയും പ്രകൃതിവാതകം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഏറെ ഗുണകരമാകും എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പാചകവാതകം കിട്ടാനില്ലാതെ പല ഹോട്ടലുകളും അതുപോലെ സ്ഥാപനങ്ങളുമൊക്കെ തന്നെ അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ച ഈ നിലപാടിനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. ഇവിടെ പല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ഇപ്പോൾ സമരവും പ്രതിഷേധവും ധർണയൊക്കെ തന്നെ നടത്തുന്ന ഒരു സമയമാണ്. പക്ഷേ അവരാരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, ഇന്ത്യ വളരെ കൃത്യമായി ഇറാനുമായി നയതന്ത്ര തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഗംഭീരമായ നീക്കമാണ് നടത്തിയിരുന്നത് എന്ന്. ഇത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇനി എത്ര കപ്പലുകൾക്ക് വേണമെങ്കിലും ഇന്ത്യയിലേക്ക് പ്രകൃതിവാതകമോ ഇന്ധനമോ എന്തുവേണമെങ്കിലും കൊണ്ടുവരാം എന്നാണ് ഇതിലൂടെ ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിലെ ഇറാൻ അംബാസഡറും ഈ കാര്യത്തിൽ പറഞ്ഞത്, ഇന്ത്യ ഞങ്ങളുടെ സഹോദര രാജ്യമാണ്, ഞങ്ങളുടെ ഏറ്റവും അടുപ്പം പുലർത്തുന്ന രാജ്യമാണ്. അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ, അവർക്കൊരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ അത് ഞങ്ങളുടെ കൂടി അത്യാവശ്യമായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിനായി ഞങ്ങൾ അനുമതി നൽകിയത് എന്നാണ്. ഇന്ത്യയിലേക്ക് മാത്രമല്ല ചൈനയിലേക്കും ഒക്കെ ഉള്ള കപ്പലുകൾക്ക് ഇതുവഴി കടന്നു പോകാം എന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമേ ഇതുവഴി കടന്നു പോകാൻ അനുവദിക്കുകയുള്ളൂ. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പക്ഷം ചേർന്നിട്ടുള്ള ഒരു രാജ്യങ്ങൾക്കും ഇതുവഴി ഏതായാലും ഇനി അങ്ങോട്ട് ഇന്ധനവും ഒന്നും കൊണ്ട്, ഒരു സാധനങ്ങളും കൊണ്ട് ചരക്ക് കപ്പലുകൾക്ക് ഇതുവഴി കടന്നു പോകാൻ കഴിയുകയില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ചരക്ക് കപ്പലുകൾ ഓരോ ദിവസവും കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഹോർമൂസ് കടലെടുക്ക്. ഇതിൻ്റെ ഭൂരിഭാഗം മേഖലയും ഇറാൻ്റെ അധീനതയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇവിടേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ അവിടെ മൈൻ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വരന്നിരുന്നു. തുടർന്ന് ഏതാണ്ട് 16ഓളം ഇറാൻ്റെ കപ്പലുകളെ അമേരിക്ക മുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. ഏതായാലും ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ അവരാരും ഈ ഒരു സംഭവം കണ്ടതായി പോലും ഭാവിക്കുന്നില്ല. ഇപ്പോൾ 2 കപ്പലുകൾ കടന്നു വരുന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലുമായൊക്കെ തന്നെ കടന്നു വരുമ്പോൾ ഇതൊക്കെ തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും മികച്ച നയതന്ത്ര ബന്ധത്തിൻ്റെ മികച്ച ഉദാഹരണമായി മാറുകയാണ്. മാത്രമല്ല ഇന്ത്യക്ക് എത്രയോ നൂറ്റാണ്ടുകളായുള്ള ഒരു ബന്ധമാണ് ഇറാനുമായിട്ടുള്ളത്. മാത്രമല്ല ഇറാനിലെ ചബഹാർ തുറമുഖം ഇപ്പോഴും നോക്കി നടത്തുന്ന ഇന്ത്യയാണ് ആ തുറമുഖം പുനർനിർമ്മിച്ചതും നമ്മുടെ ഇന്ത്യൻ കമ്പനികളാണ് ആ തുറമുഖത്തിൻ്റെ ഇപ്പോഴും അതിനെ നോക്കി നടത്തിപ്പ് എല്ലാം തന്നെ നിർവഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം തന്നെയാണ് ഇറാൻ പുലർത്തുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഈ ഒരു സംഭവം. ഈ സംഭവം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം UAE ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞത്, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകത്തൊരാളെ കൊണ്ട് മാത്രമേ സാധിക്കൂ, അത് നരേന്ദ്രമോദിക്കാണ്. നരേന്ദ്രമോദി ഇറാനിലെയും ഇസ്രായേലിലെയും അമേരിക്കയിലെയും ഭരണാധികാരികളെ ഒന്ന് ഫോൺ ചെയ്താൽ മതി, അതോടുകൂടി ഈ യുദ്ധം അവിടെ അവസാനിക്കുമെന്നാണ്. അതിനെ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വലിയ തോതിലുള്ള പാചകവാതകവും ക്രൂഡ് ഓയിലും എല്ലാം തന്നെ എത്തുന്നത്. ഏതായാലും രാജ്യത്തെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഇതിലൂടെ കഴിയും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ എത്രമാത്രം പ്രതിബദ്ധത പുലർത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ അടുത്ത ഇറാനിയൻ കപ്പലിൻ്റെ നാവികരെ എല്ലാവരെയും തന്നെ വളരെ സുരക്ഷിതരായി ഇറാനിൽ എത്തിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇറാൻ വളരെ നന്ദിയോടെ തന്നെ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഈ കപ്പൽ ഇപ്പോഴും കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. എന്നാൽ ഇപ്പോഴുള്ള ഈ ഒരു അപകട സന്ധിയിൽ ഈ കപ്പൽ യാത്ര ചെയ്യുന്നത് അപകടകരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യ വളരെ ശക്തമായ തോതിലുള്ള സംരക്ഷണമാണ് ഈ കപ്പലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കപ്പൽ ജീവനക്കാർക്കും ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും നൽകുകയും
ഇറാൻ അയച്ചു കൊടുത്ത പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ ഇവരെ ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അവരുടെ മാതൃരാജ്യത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ നയതന്ത്ര തലത്തിൽ എത്ര കൃത്യതയോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഈ കപ്പലുകൾ ഹോർമസ് കടലിടുക്ക് കടന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നത് അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ ഏറ്റവും മികച്ച ഒരു തെളിവായി മാറുകയാണ്.